ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 3-ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ ശുചീകരണ ദിനം ആചരിക്കും. IPL 2ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ കടന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാറിൽ 8, ഹരിയാന 10, ജമ്മു കാശ്മീർ 1, ജാർഖണ്ഡ് 4, ഡൽഹി 7, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 8 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന രാജ്യതലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 7 മണ്ഡലങ്ങളിലായി 162 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1,52,00,000 വോട്ടർമാർ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 13,637 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ഡൽഹിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. BJPയുടെ മനോജ് തിവാരി, ബാൻസുരി സ്വരാജ്, AAPയുടെ സോംനാഥ് ഭാരതി, കുൽദീപ് കുമാർ, കോൺഗ്രസിന്റെ കനയ്യകുമാർ, JP അഗർവാൾ തുടങ്ങിയവരാണ് മത്സരിക്കുന്ന പ്രമുഖർ. മുതിർന്ന പൌരന്മാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിനായി സൌജന്യ ബൈക്ക് ടാക്സി സേവനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പ്രചാരണ രംഗത്ത് സജീവമായി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും പ്രചാരണം നടത്തും. ഹിമാചലിലെ നഹൻ, മണ്ഡി എന്നിവിടങ്ങളിൽ വിജയ് സങ്കൽപ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും ജലന്ധറിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറ്റന്നാൾ ഹിമാചൽ പ്രദേശിലെ നഹനിലും ഉനയിലും പ്രചാരണത്തിനെത്തും. പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നാളെ ഷിംലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് ഇന്ന് പഞ്ചാബിലെ ശ്രീ ആനന്ദ്പൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. BSP നേതാവ് മായാവതിയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഇന്ന് പഞ്ചാബിലെത്തും. 7 സംസ്ഥാനങ്ങളിലെയും ഛത്തീസ്ഗഡിലെയും 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർ കഴിഞ്ഞ ദിവസം ഒപ്പുവയ്ക്കാതെ മടക്കി അയച്ചിരുന്നു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആലുവ പുളിഞ്ചോട് പഴയ റോഡിലെ വെള്ളക്കെട്ട് കാരണം സമീപത്തെ വീടുകളിലും വെള്ളം കയറി. കൊച്ചിയിൽ ഇന്നലെ രാത്രി തുടർച്ചയായ മഴയാണ് അനുഭവപ്പെട്ടത്. രാവിലെ ആയപ്പോഴേക്കും മഴ അല്പം ശമിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കനത്ത മഴയിൽ പൊന്നാനി ഹാർബറും പരിസരവും വെള്ളക്കെട്ടിലായി. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിൽ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പന്തീരാങ്കാവിൽ മതിലിടിഞ്ഞു വീണ് മണ്ണിനടിയിൽപ്പെട്ട 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 10 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വൻമരം ഒടിഞ്ഞു വീണു. മരത്തിനടിയിൽപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി.
ജൂൺ 3 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ സ്കൂളുകളിൽ നാളെ ശുചീകരണ ദിനം ആചരിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമന ബോയ്സ് ഹൈസ്കൂളിൽ നിർവഹിക്കും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്കൊപ്പം സന്നദ്ധ സംഘടനകളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് +1 അപേക്ഷാ സമർപ്പണം നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. 29-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. 4,51,853 പേരാണ് ഇന്നലെ വരെ ഓൺലൈനായി അപേക്ഷ നൽകിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചത് മലപ്പുറത്താണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖയെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. മദ്യവർജ്ജനത്തിലെ LDFന്റെ ഉറപ്പ് പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. നിയമത്തിൽ മാറ്റം വരുത്തിയത് അബ്കാരികളെ സഹായിക്കാനെന്നും വിഷയത്തിൽ എക്സൈസ് മന്ത്രി മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഡൽഹി മോഡൽ ബാർകോഴയാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കോട്ടയം മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 9,000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അടിയന്തരമായി ദയാവധം നടത്തി ശാസ്ത്രീയമായി സംസ്കരിക്കും. രാജ്യത്ത് ഏകദേശം 6,80,000 മൊബൈൽ കണക്ഷനുകൾ വ്യാജവും അസാധുവുമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് കണ്ടെത്തി. വിവിധ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കൾ ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ള കണക്ഷനുകളിൽ 6.80 ലക്ഷം മൊബൈൽ നമ്പറുകൾ വ്യാജമാണെന്നാണ് ടെലികമ്മ്യൂണിക്കേഷന്റെ കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ കാർഡുകളും KYC രേഖകളും ഹാജരാക്കിയാണ് ഈ കണക്ഷനുകൾ എടുത്തിട്ടുള്ളതെന്നാണ് സംശയം. ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ മൊബൈൽ നമ്പറുകളുടെ പുനഃപരിശോധന ഉടൻ നടത്തണമെന്ന് വകുപ്പ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി. എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളും അവർ നൽകിയിട്ടുള്ള കണക്ഷനുകൾ 60 ദിവസത്തിനുള്ളിൽ വീണ്ടും പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. പുനഃപരിശോധന കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട മൊബൈൽ നമ്പറുകളുടെ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും വകുപ്പ് അറിയിച്ചു. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 146ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പൂനെയിൽ ഇന്ന് നടന്നു. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ പരേഡ് വിലയിരുത്തി. NDAയിലെ 3 വർഷത്തെ കഠിന പരിശീലനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. 146ാം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. 205 കേഡറ്റുകളാണ് ബിരുദം നേടിയത്. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി ആരെന്ന് ഇന്നറിയാം. രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. എലിമിനേറ്റർ മത്സരത്തിൽ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയത്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ കടന്നു. ചൈനീസ് താരം ഹാൻ യുയെ 21-13, 14-21, 21-12 എന്ന സ്കോറിലാണ് സിന്ധു ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യയുടെ സായ് പ്രതീക് കൃഷ്ണപ്രസാദ് സഖ്യം പുരുഷ ഡബിൾസിലും ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം വനിതാ ഡബിൾസിലും പരാജയപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്നതാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഏകദിന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 3 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ ശുചീകരണ ദിനം ആചരിക്കും. IPL രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.